ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു വൈബ്രേഷൻ അത് ഓൾറെഡി കസ്റ്റമർ കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാണ്. കമ്പനി ലൈനറാണ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. വലിയ പഴക്കമായിട്ടില്ല, നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നുള്ളൂ. ബ്രേക്ക് ക്യാമൊക്കെയാലും ചെറിയൊരു ടൈറ്റ് കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ബാക്ക് ടയർ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കട്ടയാണ്. നമുക്കിത് ശരിക്കും കുറച്ചുകൂടി കമ്പനി മോഡൽ മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. കാരണം ഇത് സൈഡ് വെട്ടി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ആ മോഡൽ അങ്ങനെ വരുമ്പോൾ അങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. കമ്പനി ഡിസൈൻ വി ഷേപ്പ് എന്ന് പറയും, സാപ്പർ മോഡൽ, അതാണ് കുറേ കൂടി നല്ലത് കേട്ടോ. കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കിടക്കുന്ന ടയർ വെട്ടി തേഞ്ഞ് പോകും. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല, കമ്പനി ഫിൽറ്റർ തന്നെയാണ്. ഇപ്പോൾ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഓയിൽ ലീക്ക് ഉണ്ട്. അത് ആരംഭം കാണിച്ചു തുടങ്ങിയിട്ടുള്ളൂ, സൈഡിലേക്ക് ചെറുതായിട്ട് നനഞ്ഞ് ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ ഒലിച്ചിൽ മാറ്റി ഒന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അത് ഈ ബെൽറ്റൊക്കെ വർക്ക് ചെയ്താണ്, അതിൻ്റേതായിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു, കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്, ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാൻ മതി. ക്ലച്ച് വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഫുൾ യൂണിറ്റ് നമ്മൾ അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഓരോ പാർട്ടുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. വല്ല കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻറ്റുകളൊന്നുമില്ല. നമുക്കതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ടുള്ളത് ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റാണ്. ക്ലച്ച് ഔട്ടറിൻ്റെ ഈ സെൻട്രൽ പോർഷനിലേക്ക് ക്ലച്ച് ഷൂ ഒന്ന് പിടിക്കുന്ന ഭാഗം നോക്കുമ്പോൾ അറിയാം, അവിടെ ഒരു വര ശരിക്കും സ്ക്രാച്ചസ് പോലെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എല്ലാ ഭാഗവും ഒരേപോലെ പിടിക്കാത്തത് കൊണ്ട് വന്ന മിസ്റ്റേക്കാണ്. ആ ക്ലച്ച് വൈബ്രേഷൻ വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പോഴുള്ള കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ ക്ലച്ച് ഷൂവിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ അത് നമുക്കത് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പക്ഷേ ഈ ക്ലച്ച് ഔട്ടർ നമുക്കത് മാറ്റിയിടേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്കത് പോളിഷ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തിട്ടാലും മതി. പുതിയത് മാറ്റിയിടണമെന്നില്ല. ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് പോളിഷ് ചെയ്തൊന്ന് യൂസ് ചെയ്യാം. പിന്നെ നമ്മളതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്കൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ ചോക്കൊക്കെ വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്ററിൻ്റെ ആയാലും കേബിളൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലമൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഓപ്പണായിട്ട് വാഷ് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ വാഷിംഗ് ആയിട്ട് നമുക്കതൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് ചെയ്തെടുക്കാം. ബോഡിയൊക്കെ ഒന്ന് അഴിച്ചതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഷോക്കിൻ്റെ ബുഷുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. ലിങ്ക് ബുഷുകൾ ഓൾറെഡി ഡാമേജാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടണം. ഈ ലിങ്കിൻ്റെ ബുഷ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കോളർ മാത്രം ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. ഷോക്കിൻ്റെ ബുഷ് ശരിക്കും സെറ്റപ്പായിട്ട് നമുക്ക് മാറ്റണം കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ ഡാമേജ് ആയി കിടക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഈ കേബിൾ ഔട്ടർ വലിഞ്ഞേക്കുക, തന്നെയല്ല ഇവിടെ ഔട്ടർ പൊട്ടിയേക്കണാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ കേബിളൊന്നും മാറ്റിയിടാം. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറേ കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് കയറി ലോഡാവാനായിട്ട് പോകും. ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉണ്ട്, നല്ല ടയറാണ്. നമുക്ക് ഈ ഷേപ്പാണ്, ഈ മോഡലാണ് കേട്ടോ നമുക്ക് ബാക്കിലും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ആ മോഡൽ യൂസ് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ മാറ്റിയിടുന്ന സമയത്തായാലും അത് ആ മോഡൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ സ്പാർക്ക് പ്ലഗ് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വലിയ പഴക്കമൊന്നുമായിട്ടില്ല. സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് സ്പോഞ്ച് മോഡലാണ്, ഫോം ടൈപ്പാണ്. അപ്പോൾ അതൊന്ന് മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യണം, അത് ഓൾറെഡി ഡാമേജാണ്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറണം. അപ്പോൾ ഇത്രയും വർക്കുകൾ നമ്മൾ ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. എന്തായാലും വൈകിട്ടത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ, ഒരു 5-6 മണിക്ക് ആവും. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ എന്തെങ്കിലും വിളിക്കാം, ഓപ്പൺ വാഷിംഗ് അടക്കം ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.